ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മദിനം വിവിധ പരിപാടികളോടെ സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ ആഘോഷിച്ചു. നാടൻ പാട്ടുകലാകാരി ദേവകി കുമാരന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ആഘോഷ പരിപാടികൾ പ്രശസ്ത ഗാന്ധിയനും അധ്യാപക അവാർഡ് ജേതാവുമായ എം പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യയും വിവേകവുമാണ് മനുഷ്യനുണ്ടാകേണ്ട ഗുണങ്ങളിൽ പ്രധാനമെന്നും വിവേകമില്ലാത്തതുകൊണ്ടാണ് മനുഷ്യൻ അക്രമിയായി മാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജിയുടെ സർവമത സമാനതയാണ് ലോക സമാധാനത്തിനുള്ള പരിഹാര മാർഗമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അഹിംസാ മാർഗം മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് അദ്ദേഹം പ്രസ്താവിച്ചു. 1948 ജനുവരി 29 അദ്ദേഹം എഴുതി, കക്ഷി രാഷ്ട്രീയവും വർഗീയതയും നമ്മുടെ രാജ്യത്തെ തകർക്കുകയുള്ളൂ. കക്ഷി രാഷ്ട്രീയവും വർഗീയതയും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയുള്ളൂ. അതിൽ നിന്നും വിമുക്തമായ ഒരു ഇന്ത്യ രാജ്യത്തെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ലോക്സേവാ പ്രസ്ഥാനം എന്ന രീതിയിൽ 29-ാം തീയതി രാത്രി എഴുതി മരിക്കുന്നതിന്റെ അന്ന് രക്തസാക്ഷിത്വം മരിക്കുന്നതിന് 30-ാം തീയതി രാവിലെ ഒന്നും കൂടി കളക്ട് ചെയ്ത് പ്യാരിലാലിന്റെ കൈ കൊടുക്കുന്നത്. അതിൽ ഗാന്ധി ഉദ്ദേശിച്ചത് ഭാരതത്തെ എങ്ങനെ നിർമ്മിക്കാം. സ്വന്തമായി ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യം കിട്ടി, 47 ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യം കിട്ടി. 5 മാസം കൂടി കഴിഞ്ഞ് ഇപ്പോൾ ജനുവരിയിൽ എത്തി നിൽക്കുന്നു ഗാന്ധി. 48 ജനുവരി 29-ന് ഗാന്ധിക്ക് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ നടന്ന് ഇന്ത്യയിൽ പുതിയൊരു ജനാധിപത്യ സംസ്കാരം, ഇന്ത്യയിൽ ഒരു പുതിയൊരു വികസന സംസ്കാരം, പുരോഗതിയുടെ സംസ്കാരം. വികസനം എന്ന വാക്ക് ഗാന്ധിക്ക് ഇഷ്ടമില്ല. പുരോഗതിയുടേതായിട്ടുള്ള ഒരു സംസ്കാരം, സമന്വയത്തിൻ്റെതായ സംസ്കാരം, ആത്മാഭിമാനത്തിൻ്റെതായ ഒരു അന്തരീക്ഷം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കാൻ 3 വിധ പദ്ധതികളുമായി ഗാന്ധി തയ്യാറായിക്കോളൂ. ഫെബ്രുവരി 5-ാം തീയതി മുതൽ നമുക്ക് ഇറങ്ങണം എന്നാ പറഞ്ഞത്. 3 കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ആത്മവിശ്വാസമുള്ളവരാക്കി, ആത്മധൈര്യമുള്ളവരാക്കി മാറ്റി ഇവിടുത്തെ സാധാരണക്കാരായ കർഷകർ അടക്കമുള്ള ആളുകൾക്ക് ഈ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആത്മാഭിമാന ബോധമുള്ളവരാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ, കാർഷിക മേഖലയിലും ചെറു വ്യവസായ മേഖലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമാക്കി ഇന്ത്യ രാജ്യത്തെ സമ്പന്നമാക്കി തീർക്കാനുള്ള ഒരു പദ്ധതി. രണ്ടാമത്തെ പദ്ധതി 10 കോടി യുവാക്കളെ തെരഞ്ഞെടുക്കുന്നു. 10 കോടി യുവാക്കളെ, അന്ന് 30 കോടി ജനങ്ങളേ ഉള്ളൂ. അതിൽ 10 കോടി യുവാക്കളെ തെരഞ്ഞെടുത്ത് ആ 10 കോടി യുവാക്കൾക്ക് രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പരിശീലനം കൊടുത്തുകൊണ്ട് ഓരോ ഗ്രാമത്തിലും സജീവ പരിശീലനം ശ്രദ്ധിച്ച ഈ ചെറുപ്പക്കാരുടെ സേവനമുണ്ട് ഇന്ത്യ രാജ്യത്തെ സമഗ്ര പുരോഗതിയിലേക്ക് സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും ആത്മീയ രംഗത്തും അതുപോലെ തന്നെ കാർഷിക മേഖല അടക്കമുള്ള രാഷ്ട്രീയ മേഖലയിലുമൊക്കെ ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ ഈ യുവാക്കളുടെ സംഘത്തെ സജ്ജമാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാമത്തെ പദ്ധതി. മൂന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ ജനാധിപത്യം വളരും. സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധിയെ സംസ്കരിക്കാനുള്ള വർഗീയവാദികളുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായുള്ള കേന്ദ്രഭരണ കർത്താക്കളുടെ നടപടിക്കെതിരെ സംഘടിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബാപ്പുജി എന്ന് പറയുന്ന കവിതാ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഗാന്ധിജിയെ ശരിക്കും തിരിച്ചറിഞ്ഞ മഹാകവി വന്നപ്പോഴാണ്. ഗാന്ധിജിയുടെ അതിപ്രശസ്തമായ വേദത്തെ അമ്പാൾ കൃഷ്ണൻ
കുരിശേറ്റത്താൽ ക്രിസ്തു മൂടൻ്റെ തോക്കാൽ ഗാന്ധി ദേവനും വിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഗാന്ധിജിയെ ആരോടൊക്കെ തുല്യപ്പെടുത്താം എന്നുണ്ടെങ്കിൽ അത് കൃഷ്ണൻ, അതുപോലെ തന്നെ യേശു ക്രിസ്തു എന്നിങ്ങനെ രണ്ടുപേരുടെ ഒപ്പമാണ് ഗാന്ധി എന്നിങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളായിട്ടാണ് അദ്ദേഹം ആ 4 വരികൾ അല്ലെങ്കിൽ 2 വരികൾ കേരളത്തിൽ എഴുതിയിട്ടുള്ളത്. ഇതിന് ബാപ്പുജി എന്ന് പറയുന്ന കവിതയിലെ 2 വരികളാണ് ഞാൻ ചൊല്ലിയത്. അതുപോലെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന അതിലും ഗാന്ധിജിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹം അറിയിച്ചു. അതുപോലെ വൈലോപ്പിള്ളിയുടെയും അതുപോലെ ശങ്കരക്കുറുപ്പിൻ്റെയും ഒക്കെ കവിതകളിലെ മഹാത്മജിയുടെ എന്തിനേറെ പറയുന്നു, മഹാത്മാഗാന്ധിയെക്കുറിച്ച് കവിത എഴുതാത്തവരുണ്ടെങ്കിൽ അവർ കവിയാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാനും അനേകം കവിതകൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് 2-3 ആകാശവാണി വഴി വായിച്ചിട്ടുണ്ട്. ഗാന്ധി ജയന്തി എന്ന് പറയുന്ന ഒരു കവിത 85-ലാണോ 86-ലോ ഞാൻ ആകാശവാണിയിലൂടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പി ജി കുതിരുത്തിയിരിക്കുന്ന നമ്മളുടെ കവി പി ജി കുതിരുത്തി നല്ല കവിതകൾ ഗാന്ധിജിയെക്കുറിച്ച് കവിത എഴുതാത്ത അല്ലെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ച് പരാമർശിക്കാത്ത ഒരു സാഹിത്യകാരൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഗാന്ധിയുടെ മാഹാത്മ്യം തിരിച്ചറിയാത്തവരെന്തെന്നാണ് ഇവിടെ എന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിലാണ് ഗാന്ധിജിയെ വേറൊരു വിധത്തിൽ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന മികച്ച സാമൂഹ്യ സാംസ്കാരിക ഗാന്ധിയൻ പ്രവർത്തകർക്ക് സെന്റർ നൽകുന്ന ഗാന്ധി മിത്രം അവാർഡ് TN നമ്പീശന് തദവസരത്തിൽ സമ്മാനിച്ചു. KA ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ, ചന്ദ്രപ്രകാശ് ഇടമന, അബ്രഹാം കൂള എന്നിവർ പ്രസംഗിച്ചു. ഗാന്ധിജിയുടെ രാഷ്ട്രസങ്കല്പവും ആനുകാലിക രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ കുറ്റിപ്പുഴ രവി മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ ഗാന്ധിജിയുടെ രാഷ്ട്രസങ്കല്പത്തിന് അപവാദമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അഡ്വക്കേറ്റ് TS മായാദാസ്, ഡോക്ടർ സുകുമാർ അഴീക്കോട് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗാന്ധി ദർശനങ്ങളെ തിരിച്ചറിഞ്ഞ മഹാനായ ഒരു ഗാന്ധിയനായിരുന്നു ഡോക്ടർ സുകുമാരൻ അഴീക്കോടെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സ്വപ്നശ്രീ നസീർ സീനാലയം, PG പുത്തരുത്തി, VK നിർമ്മല, ശ്രീലത കാഞ്ഞിരക്കോട്, കമലം പനങ്ങാട്ടുകര എന്നിവർ ഗാന്ധി കവിതകൾ അവതരിപ്പിച്ചു. മുരളീധരൻ ബ്രഹ്മകുമാരീസിന്റെ പുല്ലാങ്കുഴൽ വാദനവും സുശ്രീബ് അവതരിപ്പിച്ച മിമിക്രിയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. അവാർഡ് ജേതാവ് TN നമ്പീശൻ മറുപടി പ്രസംഗം നടത്തി. PV രാമൻ സ്വാഗതവും KH സിദ്ദിഖ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.